വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ക്ലിഫ് ഹൌസിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രിയെ കാണാതെ പിരിഞ്ഞു പോകില്ല എന്ന് ആശമാർ പ്രഖ്യാപിച്ചതോടെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആശമാർ പിന്മാറാതെ വന്നതോടെ പോലീസ് മൈക്കും സൗണ്ട് സംവിധാനങ്ങളും പിടിച്ചെടുത്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് ലാത്തികൊണ്ട് കുത്തിയെന്നും ആശമാർ ആരോപിച്ചു. ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരം തുടരുമെന്ന് ആശമാർ പ്രഖ്യാപിച്ചു. മഴയിലും വെയിലിലും ചോരാത്ത സമരവീര്യം നെഞ്ചുവിരിച്ച് പോലീസിന്റെ ജലപീരങ്കിയെ ആശാമാർ നേരിട്ടു. 8 മാസക്കാലം എല്ലാ അവഗണനകളെയും അതിജീവിച്ച് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്ത ആശാമാർ ക്ലിഫ് ഹൌസിന് മുമ്പിൽ തീർത്തത് സമാനതകളില്ലാത്ത പ്രതിഷേധം. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം വൈകിട്ട് 5 മണി വരെ തുടർന്നു. ഇതിനിടയിൽ പലവട്ടം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേർക്കുനേർ. ഇതുവരെ ഒരു മറുപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നില്ല. ഇങ്ങനെ തന്നെ തുടരും. ഞങ്ങളുടെ വിജയം കണ്ടെത്തുന്നവരെ ഈ സമരം മുന്നോട്ട് ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ഞങ്ങൾ ഈ സമരത്തിന് പിന്നോട്ട് പോകില്ല. നൂറുകണക്കിന് ആശാമാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി. ആശാമാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. മുഖ്യമന്ത്രിയെ കാണാതെ മടങ്ങില്ലെന്ന് ആശാമാർ നിലപാടെടുത്തു. ആശാമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിന്മേൽ ധനകാര്യ വകുപ്പ് തീരുമാനമെടുക്കും എന്നതായിരുന്നു മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. അതിൽ ഒരു സമിതി വെച്ചിരുന്നല്ലോ. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് ധനകാര്യ വകുപ്പിന് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനകാര്യ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രതിഷേധത്തിന്റെ തുടർച്ചയെന്നോണം നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ഒടുവിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഓഫീസ് സന്നദ്ധത അറിയിച്ചു. തുടർന്ന് സമരക്കാർ ക്ലിഫ് ഹൌസിൽ നിന്നും മടങ്ങി. അറസ്റ്റ് ചെയ്തവരെ സമരപ്പന്തലിൽ എത്തിക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഏറ്റവും ഉടനെ കഴിയുന്നത്ര നേരത്തെ തരാം എന്ന് പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.